പുണ്യങ്ങൾ പൂക്കുന്ന പരിശുദ്ധമാസം, പാപങ്ങൾ തീണ്ടാത്തൊരനുഗ്രഹവാസം, രാജാധിരാജന്റെ കാരുണ്യമേറ്റം കനിവോടെ അനുഗ്രഹങ്ങളുടെ 1000 വസന്തങ്ങളുമായി വീണ്ടും ഒരു റമദാൻ പടികടന്നെത്തിയിരിക്കുന്നു. പ്രാർത്ഥനയുടെയും നന്മയുടെയും പുണ്യത്തിന്റെയും മാസം. വിശ്വാസിക്ക് ആത്മവിചാരണക്കും സ്വയം വിമർശനത്തിനുമുള്ള നാളുകളാണ് റമദാൻ ഒരുക്കുന്നത്. ഇല്ലാത്തവന്റെ ദുഃഖം മനസ്സിലാക്കി ഉള്ളവന്റെ മനസ്സലിയിക്കാൻ റമദാൻ വഴിയൊരുക്കുന്നു. ആഹാരപാനീയങ്ങൾ വർജിക്കുക മാത്രമല്ല നോമ്പ്, തെറ്റിൽ നിന്നും ശരിയിലേക്കുള്ള ഒരു യാത്രയാണ് വിശ്വാസിയുടേത്. ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ദിനരാത്രങ്ങൾ കൂടിയാണ് റമദാനിലേത്. ഭിന്നിപ്പിൽ നിന്നും അനൈക്യത്തിൽ നിന്നും അകന്നു നിൽക്കാൻ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് റമദാൻ നൽകുന്ന ഏറ്റവും നല്ല പാഠവും. പ്രാർത്ഥനാ നിർഭരമായ പകലിരവുകൾ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ധനേച്ഛകളെ മാറ്റി നിർത്തി സൃഷ്ടാവിനെല്ലാം അർപ്പിച്ച് ആത്മീയമായ ഊർജം നേടാനുള്ള അവസരം കൂടിയാണ് റമദാൻ. പുണ്യ റമദാനിന്റെ ദിനരാവുകളിലേക്ക് ഇനി ഓരോ വിശ്വാസിയും ലയിക്കുകയാണ്. മർഹബൻ യാ റമദാൻ കരീം. രാജാധിരാജന്റെ കാരുണ്യമേറ്റം കനിവോടെ തോരാതെ പെയ്യുന്ന കാലം, പുണ്യങ്ങൾ പൂക്കുന്ന പരിശുദ്ധമാസം, പാപങ്ങൾ തീണ്ടാത്തൊരനുഗ്രഹവാസം.